എല്ലാ ECHS ബെനിഫിഷ്യറീസിനും എൻ്റെ നമസ്കാരം. എല്ലാവരെയും ഷാജി സ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുള്ളൂ. നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും വളരെ നന്ദിയുണ്ട്. മുന്നോട്ടുള്ള എല്ലാ സപ്പോർട്ടുകളും ഞാൻ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട, അതായത് പല ECHS ബെനിഫിഷ്യറീസിനും അറിയാത്ത ചില ഫെസിലിറ്റീസുകൾ നമുക്കുണ്ട്. അത് എന്തൊക്കെയാണ് എന്ന് പറയാനാണ് ഞാനത് താല്പര്യപ്പെടുന്നത്. ഒന്നാമതായി, നമ്മുടെ ചെവിയുടെ കേൾവി സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഹിയറിംഗ് എയ്ഡുകൾ നമുക്ക് ECHS ത്രൂ അപ്ലൈ ചെയ്യാം. അത് ഏത് വഴിയിൽ എങ്ങനെ ചെയ്യണം, അതിന്റെ പ്രോപ്പർ ചാനലുകൾ എന്തൊക്കെയാണ്, ഏത് ഫോമുകളാണ് സൈൻ ചെയ്യേണ്ടത്, എങ്ങനെ നിങ്ങൾ അത് അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. രണ്ടാമതായി, നമ്മുടെ ബ്രീത്തിങ് പ്രോബ്ലമായി പേഷ്യൻസിനോ, അതായത് ഏതെങ്കിലും ബെനിഫിഷ്യറീസിന്, അവരുടെ ഡിപ്പെൻഡൻസിന്, പേഷ്യൻസിന്, അതായത് എംബാൻഡ് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ അഡ്വൈസ് ചെയ്യുകയാണ്, ഇവർക്ക് ഓക്സിജൻ കോൺസെൻട്രേറ്റർ ആവശ്യമാണ്, അല്ലെങ്കിൽ ബൈപ്പാപ്പ് മെഷീൻ ആവശ്യമാണ്, സിപാപ്പ് മെഷീൻ ആവശ്യമാണെന്ന് അവരെ അറിയിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ അപ്ലൈ ചെയ്യണം, അതെങ്ങനെ നമുക്ക് ലഭിക്കും എന്നുള്ളതിനെ കുറിച്ചുമാണ് ഞാൻ ഇന്ന് വിശദമായി പറയാൻ പോകുന്നത്. ആദ്യമേ തന്നെ ഹിയറിംഗ് എയ്ഡ്, അതായത് നമ്മുടെ കേൾവി സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു 5 പേജുള്ള ഫോമുകളുണ്ട്. അതായത് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോർഡിൽ ഞാൻ ഇത് കൂട്ടത്തിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ അപ്ലൈ ചെയ്താൽ, അതായത് ഗൂഗിൾ ഫോമിൽ, അത് ഗൂഗിൾ പോയി അതിന്റെ ലിങ്ക് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ പ്രിന്റ് എടുത്താൽ അതിൽ 5 പേജിന്റെ ഒരു ഫോം ഉണ്ട്. ആ ഫോം നിങ്ങൾ നിറച്ച് നിങ്ങളുടെ അടുത്തുള്ള ഒന്നുകിൽ സർവീസ് ഹോസ്പിറ്റൽ, ENT സ്പെഷ്യലിസ്റ്റ് ഉള്ള സർവീസ് ഹോസ്പിറ്റലിൽ അവിടെ ENT സ്പെഷ്യലിസ്റ്റിനെ കാണിച്ച് അവരുടെ സിഗ്നേച്ചർ വാങ്ങി അവർ ചെക്ക് ചെയ്തതിന് ശേഷം ഏത് ടൈപ്പുള്ള ഹിയറിംഗ് എയ്ഡ് ആണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഡോക്ടർ തീരുമാനിക്കും, അതിലെഴുതും. അത് പറയാൻ കാരണം, ഹിയറിംഗ് എയ്ഡ് തന്നെ BTE, ITE, ITC അങ്ങനെ 3 പ്രകാരമുണ്ട്. അത് ഏത് പ്രകാരമുള്ളതാണെന്നുള്ള അവർ എഴുതി കഴിഞ്ഞാൽ അത് വാങ്ങി നിങ്ങളുടെ ECHS-ൽ കൊണ്ടു കൊടുത്താൽ അതിനോട് ചേർന്ന് നിങ്ങളുടെ ECHS കാർഡിന്റെ കോപ്പി, ഈ പറഞ്ഞ 5 പേജുള്ള ഈ ഫോമുകൾ, അതിന് ശേഷം അവർ കുറച്ച് ഗ്രാഫുകൾ തരും. ആ ഗ്രാഫുകൾ എല്ലാം കൂടെ ചേർത്ത് നിങ്ങൾ ECHS-ൽ കൊണ്ടു കൊടുത്താൽ അവിടെ OIC സാബിന്റെ സൈൻ ചെയ്ത് അത് നിങ്ങളുടെ ഏത് SCMO, അതായത് നിങ്ങളുടെ മിലിറ്ററി ഹോസ്പിറ്റൽ എവിടെയാണോ ആ ഹോസ്പിറ്റലിൽ അയച്ച് നിങ്ങൾക്കത് ലഭിക്കുന്നതാണ്. അത് അവർ ഒരുമിച്ച് ബൾക്കായി പർച്ചേസ് ചെയ്ത് അവർ നിങ്ങളെ വിളിച്ച് അത് ഫിറ്റ്മെന്റ് ചെയ്യും. 1-2 മാസം ഇത് പർച്ചേസ് ചെയ്യാൻ എടുക്കുമെങ്കിൽ തന്നെയും നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് അവർ വാങ്ങിച്ചു തരുന്നതാണ്. വളരെ പ്രധാനമായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഈ ഹോസ്പിറ്റലുകൾ ഇതിനു വേണ്ടി നമ്മൾ എല്ലാ എംബാൻഡ് ഹോസ്പിറ്റലിൽ പോയി ENT സ്പെഷ്യലിസ്റ്റിനെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് അംഗീകരിക്കുന്നതല്ല. നമുക്ക് മെയിനായി സർവീസ് ഹോസ്പിറ്റലിലെ ENT സ്പെഷ്യലിസ്റ്റിനെ കൂടെ സൈൻ ചെയ്യിക്കണം. അതായത് കൊച്ചിയിലാണ് നമുക്കിപ്പോൾ ENT സ്പെഷ്യലിസ്റ്റ് ഉള്ളത്. അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തെ നിഷ് ഹോസ്പിറ്റൽ, സെമി പ്രൈവറ്റ് ഹോസ്പിറ്റലായ നിഷിൽ അവിടെ പോയി, അവിടെ ഏകദേശം 2300 രൂപ അവർ വാങ്ങിക്കും. അത് റീഎംബേഴ്സ്മെന്റ് ഇല്ല. അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കൊച്ചി കമാൻഡ് ഹോസ്പിറ്റലിൽ പോയി നിങ്ങൾക്ക് ഫ്രീ ആയി ENT സ്പെഷ്യലിനെ സൈൻ ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഫോം കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് അയച്ചാൽ, നിങ്ങളുടെ ECHS ത്രൂ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ലഭിക്കുന്നതാണ്. പലർക്കുമുള്ള ഡൗട്ടാണ്, ഇത് ക്വാളിറ്റിയിൽ എന്തെങ്കിലും കുറവുണ്ടോ? ഒരിക്കലും ഇല്ല. നല്ല ക്വാളിറ്റി ഉള്ള ഒരു സ്റ്റാൻഡേർഡ് CGS റേറ്റിലെ ഹിയറിംഗ് ആണ് തരുന്നത്. അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യുന്ന ആ ഹോസ്പിറ്റലിൽ അറിയിച്ചാൽ അവർ അതിന്റെ ഏത് ഡീലറാണോ അത് നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്തത് അവരുമായിട്ട് കണക്ട് ചെയ്തത് റിപ്പയർ ചെയ്യുന്നതാണ്. അടുത്തതായി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓക്സിജൻ കോൺസെൻട്രേറ്റർ പേഷ്യന്റിന്, നമ്മുടെ ഏതെങ്കിലും ബെനിഫിഷ്യറായ പേഷ്യന്റിന് ഈ ശ്വാസകോശ സംബന്ധമായ ബ്രീത്തിങ് പ്രോബ്ലങ്ങളോ അങ്ങനെയുള്ള പ്രോബ്ലങ്ങൾ ഉണ്ടെങ്കിൽ ഡോക്ടേഴ്സ് ഓക്സിജൻ കോൺസെൻട്രേറ്ററിനോ ബൈപ്പാപ്പ് മെഷീനോ സിപാപ്പ് മെഷീനു വേണ്ടി അഡ്വൈസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിന് സെപ്പറേറ്റ് ഫോം ഉണ്ട്, ആ ഫോം പൂരിപ്പിച്ച് നിങ്ങൾ എംബാൻഡ് ഹോസ്പിറ്റലിലെ ഡോക്ടറെ തന്നെ സൈൻ ചെയ്യിച്ച്, അത് നിങ്ങളുടെ ECHS-ന്റെ OIC കൊണ്ട് സൈൻ ചെയ്യിച്ച് ECHS ത്രൂ നിങ്ങൾ SCMO, അതായത് മിലിറ്ററി ഹോസ്പിറ്റലിൽ അപ്ലൈ ചെയ്താൽ അവർ ബൾക്കായി കുറച്ച് ആളുകളെ ഒരുമിച്ച് ബൾക്ക് ചെയ്ത് നിങ്ങളെ വിളിച്ച് അത് ഇഷ്യൂ ചെയ്യുന്നതാണ്. അത് ലോൺ വ്യവസ്ഥയിലാണ് നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യുന്നത്. അതിനകത്ത് എന്തെങ്കിലും ഡിഫക്റ്റുകൾ ഉണ്ടെങ്കിൽ അത് കൺസേൺ ഡീലേഴ്സിനെ കൊണ്ട് അവർ തന്നെ റിപ്പയർ ചെയ്യിപ്പിക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ടത്, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയി വന്ന ലെറ്ററിൽ ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് റീഇംബേഴ്സ്മെന്റ് ചെയ്യാം. പക്ഷേ ഇത് എമർജൻസി കേസുകൾക്ക് മാത്രം. ഈ പറഞ്ഞ ഹിയറിംഗ് എയ്ഡ് ഒഴിച്ച് ഓക്സിജൻ കോൺസെൻട്രേറ്റർ, ബൈപ്പാപ്പ് മെഷീൻ, സിപാപ്പ് മെഷീൻ എമർജൻസി ബേസിൽ ഏതെങ്കിലും പേഷ്യൻസിന് ആവശ്യമുണ്ടെങ്കിൽ
എംബാൻഡ് ഹോസ്പിറ്റലിലെ ഡോക്ടർ എമർജൻസി സർട്ടിഫിക്കറ്റ് തന്നു കഴിഞ്ഞാൽ അതിനെ കൗണ്ടർ സിഗ്നേച്ചർ സർവീസ് ഹോസ്പിറ്റലോ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ സ്പെഷ്യലിസ്റ്റുകൾ സൈൻ ചെയ്ത് നിങ്ങൾ റീഇംബേഴ്സ്മെന്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതായത് പർച്ചേസ് ചെയ്ത് പ്രിയർ പെർമിഷന്റെ ആവശ്യമില്ല. അത് നിങ്ങൾക്ക് ഈ ബില്ല് വാങ്ങിച്ച് അതിന്റെ കൂടെ നിങ്ങൾ നിങ്ങളുടെ ECHS കൊടുത്തു കഴിഞ്ഞാൽ അവർ ഫോർവേഡ് ചെയ്ത് നിങ്ങൾക്ക് റീഇംബേഴ്സ്മെന്റ് കിട്ടുന്നതാണ്. ഈ എല്ലാ ഫെസിലിറ്റികളും നിങ്ങൾ ഉപയോഗപ്രദമാക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഈ വീഡിയോ സംബന്ധമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കമന്റ് ബോക്സിൽ എഴുതുക. ഞാൻ നിങ്ങൾക്ക് മറുപടി എഴുതുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇനി നല്ല നല്ല വീഡിയോകളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ്. താങ്ക് യു. ജയ് ഹിന്ദ്.